ഹലോ സബ്സ്ക്രൈബേഴ്സ്, മാൽദീവ്സിലെ എൻ്റെ ദ്വീപായ മാവുങ്കൂതുവിൽ നിന്ന് എനിക്കൊരു 200 കിലോമീറ്ററോളം യാത്ര ചെയ്യണം മാലയിലെത്താൻ. മാലയിലാണ് എൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. സീപ്ലെയിൻ വഴി പോകാം, പക്ഷേ അത് അത്ര അവൈലബിൾ അല്ലായിരുന്നു ആ ടൈമിൽ. പിന്നെ ഡൊമസ്റ്റിക് എയർലൈൻസ് ഒരു 2000 MBR കൊടുക്കണം. സ്പീഡ് ബോട്ടിൽ പോകുന്നതിനേക്കാളും ഇരട്ടി റേറ്റാണ്. എന്തായാലും സ്പീഡ് ബോട്ടിൽ പോകാൻ തീരുമാനിച്ചു. ആദ്യം പോകാൻ നേരം കുറച്ച് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചാറ്റൽ മഴയത്ത് ചെറിയ കാറ്റൊക്കെ ഉണ്ട്, എന്നാലും സീ വലിയ റഫൊന്നും അല്ല കണ്ടിട്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഫുറാക്കു 5 എന്നാണ് ബോട്ടിൻ്റെ പേര്. ഇവിടെ ഇതുപോലെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട്. വെള്ളിയാഴ്ച ഒഴികെ മിക്ക പല ദിവസങ്ങളിലും എന്തായാലും നമുക്ക് ബോട്ട് യാത്രയൊക്കെ ഉണ്ട്. പിന്നെ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ വരുന്ന സമയത്ത് ബോട്ടൊന്നും കാണത്തില്ല. അന്നേരം ഭയങ്കര കാറ്റും ഭയങ്കര മഴയൊക്കെ ആയിരിക്കും. പോയി കഴിഞ്ഞാൽ ബോട്ട് മറിയാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഇവിടെ അല്ലാതെയും ബോട്ടുകളൊക്കെ മറിഞ്ഞിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഇന്നത്തെ യാത്ര സേഫായിട്ട് അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സ്പീഡ് ബോട്ടിൽ കയറി. അത്ര സുഖകരമായിരുന്നില്ല ആദ്യത്തെ ഒരു 10-20 മിനിറ്റ്, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭയങ്കര സ്മൂത്തായിരുന്നു. എത്ര സ്മൂത്തായാലും സീ സിക്നസ് ഉള്ളവർക്ക് സ്പീഡ് ബോട്ട് പറ്റുകയില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി വരും, അതുപോലെ തന്നെ തലകറക്കം വരും. ചിലർ പിന്നെ ഒരു 1.5 ദിവസത്തേക്കോളം ആ ഒരു തലവേദനയായിട്ട് നടക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ച ഉടനെ സ്പീഡ് ബോട്ടിൽ കയറുകയും ചെയ്യരുത്. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറുന്നതിന് മുൻപുള്ള 1 മണിക്കൂറത്തേക്ക് കഴിവതും വയറ് നിറച്ച് ഫുഡൊന്നും കഴിക്കാതിരിക്കാവുന്നതാണ് നല്ലത്. എത്ര സീ സിക്നസ് ഇല്ലാത്ത ഒരാളായാലും കഴിച്ചിട്ടുടനെ ബോട്ടിൽ കയറിയാൽ ചിലപ്പോൾ ഛർദ്ദിക്കും. പിന്നെന്തായാലും അവിടെ എത്തി, മാലയിലെത്തി. ഇവിടെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ കിടപ്പുണ്ട് ഹാർബറിൽ. അവിടെ ഒരുപാട് പേര് അങ്ങനെ ഓരോ ദിവസവും എത്തുന്നതുകൊണ്ടാണ്. എൻ്റെ ഫുഡ് കോർട്ടിലൊക്കെ കയറി. ഫുഡ് കോർട്ടിലാണെങ്കിൽ 80 MBR ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി